ഇന്ത്യൻ ഫുട്ബോളിലെ പ്രതിസന്ധി ഒഴിയുന്നു. ISL 12ാം സീസൺ ഫെബ്രുവരി 14 തുടങ്ങും. ഹോം അവേ രീതിയിലായിരിക്കും മത്സരങ്ങൾ. കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യയാണ് തീരുമാനം പ്രഖ്യാപിച്ചത്. വിശദാംശങ്ങളുമായി രുജീഷ് വി രവീന്ദ്രൻ ചേരുന്നുണ്ട്. രുജീഷ്, ഏറെ നാളത്തെ ആശങ്കകളാണ് ഒഴിയുന്നത്. ISL നടക്കുമെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. മന്ത്രി തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു. എന്തൊക്കെയാണ് മന്ത്രി പറഞ്ഞത്? ഗൗതം, എന്തായാലും ഒരു വലിയ നാണക്കേടിൽ നിന്ന് ഇന്ത്യൻ ഫുട്ബോൾ മാറുന്നു എന്ന് പറയാം. എന്തായാലും ആരാധകർ കാത്തിരുന്നത് പോലെ തന്നെ അടുത്ത ഫെബ്രുവരി 14 തന്നെ മത്സരങ്ങൾ തുടങ്ങും. കഴിഞ്ഞ തവണ 163 മത്സരങ്ങളാണ് സീസണിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ അത് 91 മത്സരങ്ങളായി ചുരുക്കിയിട്ടുണ്ട്. 14 ടീമുകളാണ് ഇത്തവണ പങ്കെടുക്കുക എന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. 14 ക്ലബ്ബുകളുടെയും ഉടമകൾ, അതോടൊപ്പം AIFF-ന്റെ പ്രസിഡന്റ്, കായിക മന്ത്രി, അങ്ങനെ എല്ലാവരും ചേർന്നുള്ള ഒരു യോഗത്തിൽ തന്നെയാണ് ഈ തീരുമാനം വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴും ഒരു കൊമേഴ്ഷ്യൽ പാർട്ട്ണറെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ AIFF ഇടപെട്ടുകൊണ്ട് തന്നെ 14 കോടി ISL നടത്താനും അതോടൊപ്പം ഐ ലീഗ് കൂടി ഈ കാലഘട്ടത്തിൽ തന്നെ ഫെബ്രുവരി 14 തന്നെ ഐ ലീഗും തുടങ്ങുന്നുണ്ട്. ഐ ലീഗിന് വേണ്ടി 3.2 കോടി രൂപ, അങ്ങനെ AIFF ഒരു 17.2 കോടി രൂപ മുടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ഒരു കൊമേഴ്ഷ്യൽ പാർട്ട്ണറെ കണ്ടെത്തും. ഐ ലീഗിലാകട്ടെ 11 ക്ലബ്ബുകളായിരിക്കും പങ്കെടുക്കുക എന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രതിസന്ധി ഉള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് അടക്കമുള്ള ടീമുകളുടെ പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം തന്നെ ഇതൊരു പ്രതിസന്ധിയായ ഘട്ടത്തിൽ അവരുടെ പ്രധാനപ്പെട്ട താരങ്ങളെയൊക്കെ ലോൺ അടിസ്ഥാനത്തിൽ മറ്റ് ക്ലബ്ബുകളിലേക്ക്, വിദേശ രാജ്യങ്ങളിലേക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ക്ലബ്ബുകൾക്ക് വലിയ പ്രതിസന്ധിയാണ് ഇത്ര വൈകിയ ഒരു തീരുമാനം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് പകരം താരങ്ങളെ ഇനി വളരെ പെട്ടെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അത്തരത്തിലൊരു പ്രതിസന്ധി അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും ആരാധകർ കാത്തിരുന്നത് പോലെ ഒരു സീസൺ അവസാനിക്കാൻ പോകുന്ന ഘട്ടത്തിൽ എന്തായാലും സീസൺ തുടങ്ങുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഉടൻ തന്നെ ആ ക്രമീകരണങ്ങളൊക്കെ ഉണ്ടാകും. മത്സരക്രമം ഉടൻ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യും. ഗൗതം, തീർച്ചയായും വൈകി വന്ന വിവേകം ഇന്ത്യൻ ഫുട്ബോളിന് കൂടുതൽ കരുത്താകട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. രുജീഷ് വി രവീന്ദ്രനാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.